ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ശ്രീലങ്കക്കാരുടെ ഒരു മീൻകറിയാണ് കാണിക്കുന്നത്. അവർ കുറച്ചുകൂടെ വലിയ മീനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടുന്ന അയില മത്തിയാണല്ലോ സീസൺ. അത് വെച്ച് നോക്കിയാണ് ഇത് ചെയ്ത് ഞാൻ രുചി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചട്ടി വയ്ക്കുന്നു, മീൻ മുറിച്ചെടുത്തു, ചട്ടി വയ്ക്കുന്നു, അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു, വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവാള അത്രയും ഇട്ട് ഒന്ന് വഴറ്റുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതിലേക്ക് ഇനി വേണ്ട സാധനങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഗൾഫിലുണ്ടായ സമയത്ത് ശ്രീലങ്കക്കാർ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർ വെക്കുന്ന കണ്ടാണ് പലപ്പോഴും കൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ഇടാൻ പോകുന്നത്. മീൻകറിയിൽ ഉരുളക്കിഴങ്ങെന്ന് ചോദിക്കരുത്. ഇനി അടുത്ത ഐറ്റം കാണുമ്പോൾ അതിനേക്കാളും രസമാണ്. ഇത് ഉരുളക്കിഴങ്ങാണ് ഇച്ചിരി ഒന്ന് വഴണ്ട് കിട്ടാൻ പ്രയാസം. പച്ചമുളക് നാലായിട്ട് കീറിയിട്ട് 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ സാധനമാണ് കത്രിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ എന്ന് പറയും. ഇത് രണ്ടുമാണ് നമ്മുടെ മീൻകറിയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള സാധനം. ബാക്കിയൊക്കെ നമ്മൾ മീൻകറിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ അവരിതിനകത്ത് 2-3 ടൈപ്പ് സോസൊക്കെ ഒഴിക്കും. അത് നമ്മുടെ നാട്ടിൽ കിട്ടത്തുപോലുമില്ല. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ. ഞാനിപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കി. ഇത് കൂട്ടിയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നത് വഴണ്ട് വന്നപ്പോഴത്തേക്ക്. ഉരുളക്കിഴങ്ങ് വേണം, വഴുതനങ്ങ വേവാൻ വലിയ താമസമില്ല. മഞ്ഞപ്പൊടി ഇടുന്നു, അതിലേക്ക് മുളക് പൊടി ഇടുന്നു. ഇനി കുറച്ച് മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി ഇട്ടു. എന്തായാലും ഒരിക്കൽ പരീക്ഷിച്ച് നോക്കാം. നമുക്കിപ്പം കൂടിയ മീൻ, നെമ്മീനോ ചൂരയോ അങ്ങനെയൊക്കെ ആണെന്നെങ്കിൽ എല്ലാവർക്കും മുള്ളുള്ള മീൻ അത്ര പിടിക്കില്ല. നമുക്ക് പിന്നെ മലയാളികൾക്ക് മുള്ളുള്ള മീനൊന്നും പ്രശ്നമില്ല. അതിലേക്ക് പുളിവെള്ളം കുറച്ച് വയ്ക്കുന്നു. തക്കാളി അത്ര കൂടുതൽ ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് പുളിവെള്ളം ചേർക്കുന്നത്. അവർ പുളിക്ക് പകരം വേറെ സോസൊക്കെയാണ് ചേർക്കുന്നത്. മുളക് പൊടിക്ക് പകരം സോസാണ്, ചില്ലി സോസാണ്. പിന്നെ എന്ത് 2-3 ടൈപ്പ് സോസ് ഒഴിക്കും. അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഉള്ള സാധനങ്ങളാണ് കുറേ ആലോചിച്ചിട്ടാണ് ഇന്ന് റെഡിയാക്കിയത്. അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ഇത് വേവാനായിട്ട് ചെറുതായിട്ടൊന്ന് വേവണമല്ലോ, മറ്റേ വഴണ്ട് കിട്ടിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ. ഒന്ന് വേവിച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. വെന്ത് നോക്കാം. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ടിരിക്കുന്ന മീനൊക്കെ ചാടിപ്പോന്ന് മുറിച്ചിട്ടും ജീവനുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് പിടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇറങ്ങി പോരുതടാ, കിടക്കണം. അങ്ങനെ മീൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വെച്ച് നമ്മൾ ഒന്നുകൂടെ വേവിച്ച് തിളച്ചു. മീൻ കറിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടതാണ്. ഇനി പിന്നെ നമ്മുടെ മലയാളിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നു. ഒരു 10 മിനിറ്റോടെ അടച്ചു വയ്ക്കുന്നു. ഞാനതവിടെ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. തീ ഓഫ് ചെയ്യുക. ഇത് കറി വെച്ച് നോക്കുക എല്ലാവരും. ചീത്ത എന്തായാലും ആരും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റുണ്ട്. ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കമൻ്റ് ആണെങ്കിലും ചീത്ത കമൻ്റ് ആണെങ്കിലും സ്വീകരിക്കുന്നതായിരിക്കും. കാരണം മുതൽ മുടക്ക് നിങ്ങളാണല്ലോ. താങ്ക്സ്.